ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 13th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പരാട്ടമാണ് ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 7 മത്സരാർത്ഥികളാണ്. 7 പേരും സ്ട്രോങ് പ്ലെയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂർ വിട്ട് ചില മത്സരാർത്ഥികൾ മുന്നിലും പിന്നിലുമായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ വോട്ട് ആ മത്സരാർത്ഥികൾ ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇന്ന് രാത്രി 11 മണിയോളം വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് ഒരു ഒറ്റക്കൊമ്പനായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ ലീഡ് നില വമ്പിച്ച രീതിയിൽ ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. 58,709 വോട്ട് നേടി തൻ്റെ പൊസിഷൻ സുരക്ഷിതമായി തന്നെ കീഴടക്കി വെച്ചിരിക്കുകയാണ് അനീഷ്. 2ാം പൊസിഷനിൽ അനുമോളാണുള്ളത്. അനുമോളിന് ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. നേരത്തെ ഒന്ന് പതറിയെങ്കിലും ഇപ്പോൾ ഏകദേശം മനീഷിനോട് അടുത്ത് വരുന്ന രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രകടനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 52,340 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ഷാനവാസ് ആണുള്ളത്. ഷാനവാസ് ഒരു പതിഞ്ഞ വോട്ടിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അനീഷിനെയും അനുമോളിനെയും വെച്ച് നോക്കുമ്പോൾ ഷാനവാസിന് നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 40,500 വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4ാം പൊസിഷനിൽ ആദിലയാണ് തുടരുന്നത്. ആദിലയ്ക്ക് നൂറയുടെ ഒരു സപ്പോർട്ടും കൂടെ ആയപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രകടനം നടത്താൻ ആദിലയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 38,790 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ നേരത്തെ ലാസ്റ്റ് നിന്നിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ചൊന്ന് അട്ടിമറി മുന്നേറ്റം നടത്തി 5ാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 34,232 വോട്ട് നേടി 5ാം പൊസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 6ാം പൊസിഷനിലേക്ക് അക്ബർ കയറി വന്നതിന് ശേഷം നല്ലൊരു വോട്ടിംഗ് പ്രകടനം നടത്താൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നെവിനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. 34,200 വോട്ട് നേടി 6ാം പൊസിഷനിലാണ് തുടരുന്നത്. 7ാം പൊസിഷനിൽ സാബുമാനാണുള്ളത്. ഇത്തവണ ചിലപ്പോൾ സാബുമാൻ പുറത്തു പോയേക്കാം. വരും മണിക്കൂറുള്ള വോട്ടിംഗ് ആണ് അത് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ 33,008 വോട്ട് നേടി 7ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ് സാബുമാൻ.